നമുക്കിനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, വളച്ചൊടിക്കപ്പെട്ട ഒരു വാർത്തയിലേക്ക്, നിരന്തരം തെറ്റിദ്ധാരണ ജനിപ്പിച്ചിരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആയിരുന്ന, ഉടമയായിരുന്ന CJ റോയിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രചാരണം, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും പല ധാര എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങളിലും വന്നതനുസരിച്ചാണെങ്കിൽ ആദ്യമെന്ന വാർത്ത തന്നെ തെറ്റായിരുന്നു. ED റെയ്ഡിനിടെ വെടിവെച്ച് മരിച്ചു എന്നായിരുന്നു. പിന്നാലെ ജനൻ TV അത് ഇൻകം ടാക്സ് പരിശോധനയാണ്, റെയ്ഡാണ്. അതിനിടയിൽ ഒരു രേഖ ചോദിച്ചപ്പോൾ, ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ചോദിച്ചപ്പോൾ അതെടുത്ത് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ ആളാണ് അകത്ത് നിന്ന് സ്വന്തം റിവോൾവർ എടുത്ത് വെടിവെച്ച് മരിച്ചത്. നിർഭാഗ്യകരം തന്നെയാണ്. ഏത് ജീവനും അതിൻ്റേതായ വിലയുണ്ട്. പക്ഷേ ഒരു മരണത്തെ തുടർന്ന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയെ തുടർന്ന് പെട്ടെന്നുണ്ടാകുന്ന ചില വ്യാഖ്യാനങ്ങൾ, ചില നറേറ്റീവുകൾ, അത് ഇപ്പോൾ തകർന്നു വീഴുകയാണ്. അത്തരം ഈ നറേറ്റീവുകൾ സൃഷ്ടിച്ച, അത്തരം റിപ്പോർട്ടുകൾ കൊടുത്ത ചില മാധ്യമങ്ങളും ഇപ്പോൾ യഥാർത്ഥ വിവരം അന്വേഷണ സംഘത്തെ നിയോഗിച്ചപ്പോൾ അവരെന്താണ് ധരിച്ചത്? ഇൻകം ടാക്സ് ടീമിനോട് ബാംഗ്ലൂരുവിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പേടിച്ചു, അവർ കുടുങ്ങി. അതായത് ഇൻകം ടാക്സ് കൊന്നു, ED കൊന്നു, BJP കൊന്നു, മോദി കൊന്നു, അമിത്ഷാ കൊന്നു, കേന്ദ്ര സർക്കാർ കൊന്നു എന്നുള്ള മട്ടിലായിരുന്നു പ്രചാരണം. ഒരു യാതൊരു തരത്തിലുള്ള അല്ലെ അതിന്റെ എല്ലാം മുനയൊടിക്കാൻ വേണ്ടി CJ റോയിയുടെ ആത്മഹത്യ എല്ലാം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഇന്ന് തിരിച്ച് റിപ്പോർട്ട് ചെയ്ത വാർത്തയെ നമുക്ക് കാണാം. ഇനി ഈ വരികൾക്കിടയിൽ നിന്നുള്ള നമ്മുടെ പത്രങ്ങളിലൂടെയുള്ളൊരു നമ്മുടെ ഒരു സെഗ്മെന്റ് ഉണ്ട്, അവിടെ ഇത് വിശദമായി കാണിക്കാം. പക്ഷെ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ പരിശോധിക്കേണ്ടത്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങൾ നടത്തിയ റെയ്ഡിൽ വിദേശ നിക്ഷേപങ്ങളുടെ രേഖകളും പിടിച്ചെടുത്തു എന്നാണ് അറിയുന്നത് ആദായ നികുതി വകുപ്പ്. എന്തായാലും ഡിജിറ്റൽ ഡിവൈസ് തെളിവുകളും അന്വേഷണത്തിൽ നിർണായകമാകും എന്നാണ്. നികുതി ക്രമക്കേടുകളുടെ കൃത്യമായ കണക്കുകൾ തിട്ടപ്പെടുത്തി വരികയാണ് ആദായ നികുതി വകുപ്പ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. മിഥുൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പല കഥകളും തകർന്നു വീഴുകയാണ്, പല നെറേറ്റീവുകളും മാറി മറിയുകയാണ്, പ്രചാരണങ്ങൾ, കുപ്രചരണങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഒരുപക്ഷെ പലരെയും വല്ലാതെ വിശ്വസിച്ച ഒരു വ്യവസായിക്ക് പറ്റിയ തിരിച്ചടിയാവാം. അതുപോലെ തന്നെ ഈ പല നിക്ഷേപകരും പിന്മാറാൻ, ആത്മഹത്യക്കുറിപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു വിദേശ നിക്ഷേപങ്ങളിൽ ചില പാളിച്ചകൾ സംഭവിച്ചതായിട്ടുള്ള സൂചനകൾ അല്ലേ. പിന്നെ പല മേഖലകളിൽ നിന്നും, സിനിമ അടക്കമുള്ള, രാഷ്ട്രീയം അടക്കമുള്ള പല മേഖലകളിൽ നിന്നുള്ള നിക്ഷേപകരുണ്ടായിരുന്നു. ഇവരൊക്കെ പിൻവാങ്ങി തുടങ്ങിയെന്നുള്ള സൂചനകളാണ്. മിഥുൻ, എന്തൊക്കെയാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്? എന്താണ് യാഥാർത്ഥ്യം? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് CJ റോയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ EDയുടെ ഒരു അന്വേഷണം നടക്കുന്നത്, പരിശോധന നടക്കുന്നത്. അത് പ്രധാനമായും ഈ നികുതി തിരിമറിയുമായി ബന്ധപ്പെട്ട, നികുതി ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത തേടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നത്. അതിൻ്റെ തുടർച്ചയാണ് ബംഗളൂരിലും ഉണ്ടായത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച്, വിദേശ നിക്ഷേപങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ, ചില രേഖകൾ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ് എന്നുള്ളതാണ്. വലിയൊരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് CJ റോയി ഇത്തരത്തിൽ വിദേശ നിക്ഷേപങ്ങൾ വലിയ രീതിയിൽ നടത്തിയിരുന്നു. അതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിലടക്കം തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ആ നികുതി ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളാണ്, ഈ വിദേശ ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ എവിടെയൊക്കെയാണ്, എത്രയൊക്കെയാണ് നിക്ഷേപം ഉണ്ടായിരുന്നത്, ആ നിക്ഷേപങ്ങളുടെ മൂല്യം എന്താണ്, ആ നിക്ഷേപങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ അടുത്തിടെ നടന്ന ട്രാൻസാക്ഷനുകൾ എങ്ങനെയാണ് CJ റോയ്ക്ക് തിരിച്ചടിയായിട്ടുള്ളത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ED പരിശോധിക്കുന്നത്. ഇതിൽ തന്നെ ഈ വിദേശ നിക്ഷേപങ്ങൾ നടത്തുന്നതിലും സ്വീകരിക്കുന്നതിലും ഏതെങ്കിലും തരത്തിലുള്ള ഈ FEMA, അതിൻ്റെ പാലിക്കേണ്ട ചട്ടമായിട്ടുള്ള FEMA ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലേതെങ്കിലും തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള, കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഡിജിറ്റൽ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പിടിച്ചെടുത്തുള്ള ഡിജിറ്റൽ രേഖകൾ തന്നെ ഈ നികുതി ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പര്യാപ്തമാണ് എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ ഒരു നിഗമനം. ആവശ്യമെങ്കിൽ കൂടുതലുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്താനും
സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പക്ഷേ നമുക്കിപ്പോൾ പിടിച്ചെടുത്ത രേഖകൾ പരിശോധന നടന്നു വരികയാണ്. ആ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇത്തരത്തിലുള്ള ഈ നികുതി ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും വിദേശ നിക്ഷേപങ്ങൾ പാളിയതായും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭം നേരിടുന്ന ചില പാളിച്ചകൾ, ചില വിശ്വസ്ത പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടതായുമുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇ ഈ ഘട്ടത്തിൽ അതിൻ്റെ പിടിച്ചെടുത്തുള്ള ഇലക്ട്രോണിക്സ് രേഖകളുടെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണ്. പ്രദീപ്. റൈറ്റ്, മിഥുൻ അയ്യപ്പനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടർന്നും ഇനി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ വാർത്ത നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ, സത്യം, യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജൻ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്തേ. സദാനന്ദൻ നെടുന്തലംജിയുണ്ട്, ഉഷാജിയുണ്ട്, ശശി CR ഉണ്ട്, പപ്പൻ കാഞ്ഞങ്ങാടുണ്ട്, PRP കുറുപ്പ് സാറുണ്ട്, രാജൻ ചങ്ങാട്ടിൻ്റെ പേര് പറഞ്ഞു, അതുപോലെ ഗിരിജ CS ഉണ്ട്, വിശ്വകുമാർ, സന്ദീപ് ജി, എല്ലാവർക്കും നമസ്കാരം. ഏതാണ്ട് എല്ലാവരുടെയും പ്രതികരണങ്ങൾ കണ്ടു. എല്ലാവരും ഓരോന്നായി മറുപടി പറയാനുള്ള ഇപ്പോൾ ഒരു സമയമില്ല. എങ്കിലും കുറുപ്പ് സാറിൻ്റെ ഒരു കമൻറ്റ്, ജനങ്ങളെ പറ്റിക്കുക, വിഡ്ഢികളാക്കുക, അതിൽ നിന്ന് കിട്ടുന്ന കോടികൾ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുക, ഇതാണ് സർക്കാർ ചെയ്തുകൊണ്ടേയിരുന്നത്. കിനാർനൂരിനെ കുറിച്ചാണ് പരാമർശം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ കവറേജിനെ കുറിച്ച്, നമ്മുടെ തിരുനാവായിൽ നടന്ന കുംഭമേളയുടെ കവറേജിനെ കുറിച്ച് ശശി CRൻ്റെ ശ്രദ്ധേയമായ കമൻ്റുണ്ട്. നിളയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണിച്ചു നട്ടലുണ്ട് എന്ന് ജനൻ TV തെളിയിച്ചു. താങ്ക് യു. അല്ലെ, പല ഭക്തരും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ യൂട്യൂബ് പേജിലെ കമന്റ്സ് ആണ് നമ്മൾ ഈ വായിക്കുന്നത്. ഫേസ്ബുക്കിൽ അടക്കം പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഒട്ടേറെ പേർ, സ്ഥിരം ജനൻ TV കാണാത്തവർ പോലും ജനൻ TV ഉള്ളത് കൊണ്ട് ഇത് കാണാൻ കഴിഞ്ഞുവെന്നും ഇത് കണ്ടറിഞ്ഞതുകൊണ്ട് പോകാൻ കഴിഞ്ഞുവെന്നും അക്നോളജ് ചെയ്ത ഒട്ടനവധി പേരുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും വളരെയധികം നന്ദി. ഉഷ നല്ലൂർജി കാണുന്നുണ്ട്, നമസ്തേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജേഷ് ജി എത്തിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഐസൻ ജോസ് ചേരും. കാര്യം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. US ഇറാൻ സംഘർഷം മൂർച്ഛിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഞോണ്ടിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വഷളാകുമോ? വഷളാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്.